നമസ്കാരം. 2+6=8 ഈ കണക്ക് എന്താണെന്ന് മനസ്സിലായോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജക്കാർത്തയിൽ വെച്ച് ഈ ഒറ്റ കണക്ക് പറഞ്ഞപ്പോഴേക്കും എന്തോ വലിയ അബദ്ധം കണ്ടുപിടിച്ച ഭാവത്തിൽ വിഡ്ഢിച്ചിരിയുമായി സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടത്തെ കുറെ അന്തം കമ്മികളും കപട ബുദ്ധിജീവികളും. ദി വയർ പോലുള്ള ചില പ്രത്യേക അജണ്ടയുള്ള മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കി ആഘോഷിക്കുന്നുണ്ട്. ഇവരോടൊക്കെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് വെറുമൊരു കണക്കല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ നയതന്ത്രം എങ്ങനെ മാസായി പ്രസന്റ് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു ആഗോള നേതാവിന്റെ തകർപ്പൻ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ഡൽഹിയിൽ ചെന്നാൽ വാർത്താ സമ്മേളനങ്ങളിൽ വിക്കിയിരുന്ന് മാവിന് മരവി എന്നും കോടതി ഭാഷയായ പ്രൈമാ ഫേസി എന്നാൽ 18 വയസ്സായ പെൺകുട്ടിയെന്നും പറഞ്ഞ് രാജ്യത്തിന് മുന്നിൽ സ്വയം കോമാളികളായി നാണം കെട്ട ചരിത്രമുള്ളവരാണ് ഇന്ന് ലോക നേതാക്കളെ നയതന്ത്രവും ഭാഷയും പഠിപ്പിക്കാൻ വരുന്നത്. എന്താണ് ജക്കാർത്തയെ ഇളക്കിമറിച്ച മോദിയുടെ ഐട്ടിന്റെ മാജിക്? നമുക്കൊന്ന് നോക്കാം. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം രണ്ട് രാജ്യങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കോർത്തിണക്കേണ്ടത് എന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഒരു വലിയ സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജക്കാർത്ത സാക്ഷ്യം വഹിച്ചത്. എന്നാൽ എരുതിയിൽ എണ്ണയൊഴിക്കാൻ നടപ്പുള്ള ചില തദ്ദേശീയ ബുദ്ധിജീവികൾക്കും ദി വയർ പോലുള്ള ചില പ്രത്യേക രാഷ്ട്രീയ അജണ്ടയുള്ള മാധ്യമങ്ങൾക്കും ഇതിൽ കണ്ടത് വെറുമൊരു അബദ്ധം മാത്രമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2+6=8 എന്ന് പറഞ്ഞപ്പോൾ എന്തോ വലിയ ചരിത്രപരമായ അബദ്ധം കണ്ടുപിടിച്ച രീതിയിൽ വിഡ്ഢിച്ചിരിയുമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് നടക്കുന്നവരോട് ഒന്നും പറയാനില്ല. ഒരു അന്താരാഷ്ട്ര വേദിയിൽ രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ആത്മബന്ധത്തെ ഒരു നമ്പറിലേക്ക് മനോഹരമായി ചുരുക്കി എഴുതിയ ആ നയതന്ത്ര ചാതുര്യം മനസ്സിലാക്കാൻ കുറഞ്ഞത് സാമാന്യ വിവരമെങ്കിലും വേണം. ട്രോളന്മാർ ചാനൽ സ്റ്റുഡിയോകളിലിരുന്ന് കോട്ടും ടൈയും ഒക്കെ കെട്ടി പരിഹസിക്കുമ്പോൾ ജക്കാർത്തയിലെ ആ വൻ സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. ലോക നേതാക്കളുടെ ഇത്തരം ഹൃദയസ്പർശിയായ ഇടപെടലുകളെ കേവലം അക്കങ്ങളുടെ പരിധിക്കുള്ളിൽ ഒതുക്കി ചിന്തിക്കുന്നവർ സ്വന്തം വിവരക്കേടാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത ആ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്തോനേഷ്യയുടെ 8ാമത്തെ പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 8ാമത്തെ പ്രസിഡന്റ് ആവുക എന്നത് എൻ്റെ വിധിയാണ് എന്നും 8 എൻ്റെ ഭാഗ്യ നമ്പറാണെന്നും പ്രബോവോ തന്നെ പല വേദികളിലും പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മോദി ഈ 8നെ വെച്ചാണ് അവിടെ മനോഹരമായ ഒരു കണക്ഷൻ ഉണ്ടാക്കിയത്. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ 26-ലെ 2+6 കൂട്ടിയാൽ ലഭിക്കുന്നത് 8 എന്ന സംഖ്യയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് പ്രബോവോയുടെ ജന്മദിനം ഒക്ടോബർ 17-ാം തീയതിയാണ്. ആ 17-ലെ 1+7 കൂട്ടിയാലും ലഭിക്കുന്നത് അതേ 8 തന്നെയാണ്. ഭാരതത്തിന്റെ 75-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഇതേ പ്രബോവോ സുബിയാന്റോ ആയിരുന്നു എന്ന് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. 1950-ൽ ഭാരതത്തിന്റെ ഏറ്റവും ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി എത്തിയതും അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായിരുന്ന സുകർണോ ആയിരുന്നു. ആ 75 വർഷത്തെ സുദീർഘമായ ആത്മബന്ധത്തെയാണ് ഒരൊറ്റ സംഖ്യയിലൂടെ മോദി അവിടെ മനോഹരമായി കോർത്തിണക്കിയത്. ഇത് കേവലം ആകസ്മികതയല്ല, മറിച്ച് ആഴത്തിലുള്ള ചരിത്രബോധമാണ്. ഇതിൻ്റെയൊക്കെ ആഴവും പരപ്പും മനസ്സിലാകാത്തവരാണ് ഇവിടെ ഇരുന്ന് ട്രോളുകളുമായി ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിനെ വിമർശിക്കുന്നവരുടെ കപടമായ ബുദ്ധിജീവി ചമയലുകളാണ്. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് കൃത്യമായി പറയാൻ അറിയില്ല, അയൽ സംസ്ഥാനത്തെ തമിഴ് കേട്ടാൽ പോലും മനസ്സിലാവില്ല. പണ്ട് വാർത്താ സമ്മേളനങ്ങളിൽ വിക്കിയിരുന്ന് പ്രൈമാ ഫേസി എന്ന കോടതി പ്രയോഗത്തെ 18 വയസ്സായ പെൺകുട്ടി എന്ന് തിടുക്കത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ നേതാക്കളുടെ കഥകൾ നാം കണ്ടതാണ്. പ്രായം തികഞ്ഞ പെൺകുട്ടി എന്ന് സ്വന്തം നാക്കുപിഴ കൊണ്ട് വിഴുങ്ങിപ്പറഞ്ഞ് ചിരിയുണർത്തിയ രാഷ്ട്രീയ ചരിത്രമുള്ളവരാണ് ഇന്ന് മോദിയെ വിദേശ നയതന്ത്രം പഠിപ്പിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ ട്രോളന്മാർ പണ്ട് മിമിക്രി വീഡിയോകളിലൂടെയും ഡബ്ബിംഗ് ട്രോളുകളിലൂടെയും ആഘോഷിച്ച മാവിന് മരവി തുടങ്ങിയ അബദ്ധ പ്രയോഗങ്ങളുടെ കഥകൾ നമുക്കെല്ലാം അറിയാം. സ്വന്തം ആളുകളുടെ വിവരക്കേടുകളും ട്രോളുകളും മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ നമ്മുടെ പ്രധാനമന്ത്രിയെ പരിഹസിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അവർക്ക് രാഷ്ട്രീയ ലാഭം മാത്രമാണ് പ്രധാനമെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയിൽ 4ാം സ്ഥാനത്തുള്ള ഒരു വൻ ശക്തിയുടെ തലവനാണ് അഭിമാനത്തോടെ വേദിയിൽ വെച്ച് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ഓടുന്നത് ഭാരതത്തിന്റെ DNA ആണെന്ന്. മുൻപ് ഡൽഹിയിൽ വെച്ച് പ്രബോവോ സുബിയാന്റോ പറഞ്ഞ ഈ വാക്കുകൾ പ്രധാനമന്ത്രി മോദി ആ വേദിയിൽ വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോൾ ഇന്തോനേഷ്യയിലെ ആ സദസ്സ് മുഴുവൻ കൈയടിക്കുകയായിരുന്നു. ലോകം മുഴുവൻ ഭാരതത്തിന്റെ സാംസ്കാരിക മഹിമയെ വാഴ്ത്തുമ്പോൾ ആ DNA-യിൽ എങ്ങനെ കളങ്കം ചാർത്താമെന്ന് ചിന്തിച്ച് നടക്കുന്ന കുറെ ഞാഞ്ഞൂളുകളായ മതപണ്ഡിതന്മാരും കപട ബുദ്ധിജീവികളും നമ്മുടെ കേരളത്തിലുണ്ടെന്നത് എത്ര ലജ്ജാകരമാണ്.
വിദേശ മണ്ണിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നേതാക്കളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക, അവരുടെ സംസ്കാരത്തെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുക എന്നത് നരേന്ദ്രമോദിയുടെ സ്ഥിരം ശൈലിയാണ്. ഇന്തോനേഷ്യൻ ജനത ഭാഗ്യസൂചകമായി കാണുന്ന 8 എന്ന നമ്പറിനെ ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധിപ്പിച്ചപ്പോൾ അവിടെയുണ്ടായ സൗഹൃദത്തിന്റെ കെട്ടുറപ്പ് എത്ര വലുതാണെന്ന് ആ ചടങ്ങിന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. മോദിയുടെ ഈ വാക്കുകൾ കേട്ട് പ്രസിഡന്റ് പ്രബോവ് പൊട്ടിച്ചിരിക്കുകയും കൈയടിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു മനോഹരമായ ലൈറ്റ് മൊമെന്റായി മാറിയപ്പോൾ ഇവിടെയുള്ള ചിലർക്കത് വലിയ നെഞ്ചരിച്ചിലായി മാറി. നമ്മുടെ വിദേശ നയത്തിന്റെ കരുത്താണ് ഈ പ്രസംഗങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത്. ഇത് വെറുമൊരു വിമർശനമല്ല, മറിച്ച് ഇവിടെയുള്ള ചില മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ഭാരതം ആഗോളതലത്തിൽ നേടുന്ന വലിയ അംഗീകാരങ്ങളോടുള്ള കടുത്ത അപകർഷതാബോധമാണ്. മോദി അവിടെ 8 എന്ന് പറഞ്ഞത് കണക്ക് പഠിപ്പിക്കാനല്ല, മറിച്ച് 2 രാജ്യങ്ങളുടെ സൗഹൃദത്തിന്റെ ഹൃദയമിടിപ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാനായിരുന്നു. അത് മനസ്സിലാക്കാൻ കുറഞ്ഞത് ചരിത്രബോധവും ഈ രാജ്യത്തോട് സ്നേഹവും വേണം. കഴുതച്ചിരിച്ചിരിക്കുന്ന ട്രോളന്മാർക്ക് അത് ഒരിക്കലും മനസ്സിലാകില്ല. കണക്കിലെ കളികളേക്കാൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കണക്ക് പക്കയാണെന്ന് ജക്കാർത്തയിലെ ആ വേദി തെളിയിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തിന്റെ നയതന്ത്ര വിജയം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കപട ബുദ്ധിജീവികൾ സ്വന്തം മാളങ്ങളിൽ ഒളിക്കുന്ന കാലം വിദൂരമല്ല. ഭാരതത്തിന്റെ അന്തസ് ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം പ്രസംഗങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റുകളുടെ മുഖം മൂടി ഇതോടെ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി അഴിഞ്ഞു വീണിരിക്കുകയാണ്. 2 മഹത്തായ സംസ്കാരങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള പരസ്പര ബഹുമാനത്തെ കേവലം ഗണിതശാസ്ത്രപരമായ പിഴവായി ചിത്രീകരിക്കുന്നവർ അവരുടെ സ്വന്തം സങ്കുചിത രാഷ്ട്രീയ ചിന്താഗതിയാണ് വെളിവാക്കുന്നത്. ഇന്തോനേഷ്യൻ സന്ദർശനവും അവിടുത്തെ ജനങ്ങളുമായി സ്ഥാപിച്ച ഗാഢമായ ബന്ധവും ഭാരതത്തിന്റെ വിദേശനയ ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ നാഴികക്കല്ലായി രേഖപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയെങ്കിലും ഇത്തരം തറവേലകൾ അവസാനിപ്പിച്ച് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇവിടുത്തെ സൈബർ വിദ്വാൻമാർ തയ്യാറാകണം. ഓരോ വിദേശ സന്ദർശന വേളയിലും ഭാരതത്തിന്റെ പൈതൃകവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനമന്ത്രിയുടെ ശൈലിയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ രാജ്യത്തിന്റെ ആഗോള വളർച്ചയ്ക്ക് മുന്നിൽ സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത്. സൗഹൃദത്തിന്റെ ഈ വലിയ നയതന്ത്ര സമവാക്യം മനസ്സിലാക്കാൻ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ഒരു നല്ല മനസ്സ് ആവശ്യമാണ്. വിദേശത്ത് ലഭിക്കുന്ന ഈ അഭിനന്ദനങ്ങൾ ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കുള്ള അംഗീകാരമാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിക്കുന്നവർ ജനങ്ങളാൽ തള്ളപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ഇത്തരം വലിയ ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയൂ. ഭാരതത്തിന്റെ പതാക ലോകത്തിന്റെ നെറുകയിൽ പാറാൻ ഈ സൗഹൃദം സഹായിക്കുമെന്നത് പരമാർത്ഥമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.